ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപെ ബ്ലെസ്സിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്വപ്നമോ പ്രതീക്ഷയോ അല്ലെങ്കിൽ ഒരു ബന്ധമോ പൂർണ്ണമായി തകർന്ന് ഇനി ഇത് തിരിച്ചു കിട്ടില്ല എന്ന് കരുതി നമ്മൾ നിരാശപ്പെടാറില്ലേ? കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി ഇനി ഒന്നും നടക്കില്ല എന്ന് ചിന്തിച്ച് നമ്മൾ കരയാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മനുഷ്യന്റെ പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, മരിച്ചതിനെ പോലും ജീവിപ്പിക്കാൻ കരുത്തുള്ള അതീവ ശക്തമായ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 11:40 വചനം ഇപ്രകാരമാണ്: യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശുവിന്റെ പ്രിയ സുഹൃത്തായ ലാസർ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 4 ദിവസങ്ങൾക്ക് ശേഷം യേശു ബഥാനിയിൽ എത്തുന്നതാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. ലാസറിന്റെ സഹോദരിയായ മാർത്ത നിരാശയുടെയും സങ്കടത്തിന്റെയും ആധിക്യത്താൽ നിലനിൽക്കുമ്പോൾ യേശു കല്ലറയുടെ മുൻപില് കല്ല് മാറ്റാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ മാർത്ത തന്റെ മാനുഷികമായ യുക്തി വെച്ച് പറയുകയാണ്: കർത്താവേ, ഇപ്പോൾ 4 ദിവസമായതുകൊണ്ട് നാറ്റമുണ്ടാകും. കാണുന്ന തിന്മയിലും നാറ്റത്തിലും മാത്രം ശ്രദ്ധിച്ച മാർത്തയോട് അവളുടെ വിശ്വാസത്തെ ഉണർത്തിക്കൊണ്ടാണ് കർത്താവ് ഈ വചനം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് അവർ കല്ലുമാറ്റി യേശു ലാസറിനെ തന്റെ പേര് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. മരിച്ചവൻ ജീവനോടെ പുറത്തു വന്നു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, വിശ്വാസം ദൈവത്തിന്റെ മഹത്വം കാണുവാനുള്ള വാതിലാണ്. അവൻ പറഞ്ഞു, ആദ്യം വിശ്വസിക്കുക, പിന്നെ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ ലോകം പറയും, കണ്ടാൽ മാത്രം ഞാൻ വിശ്വസിക്കാമെന്ന്. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ അവനിൽ ആശ്രയിക്കുന്ന ഹൃദയമാണ് യഥാർത്ഥ വിശ്വാസം. നമ്മുടെ കണ്ണുകൾക്ക് വഴി കാണാനാകാത്ത സമയത്തും കർത്താവിന് നമുക്ക് വേണ്ടി വഴി ഒരുക്കുവാൻ കഴിയും. മാർത്തയെ പോലെ നമ്മുടെ കരിയറിലെയും ജീവിതത്തിലെയും നാറ്റങ്ങളെയും പ്രതിസന്ധികളെയും മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് തകർച്ച മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ അതിനെല്ലാം അപ്പുറം ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ നമ്മുടെ അടഞ്ഞ കല്ലറകൾ തുറക്കപ്പെടും. സംശയത്തിന്റെയും ഭയത്തിന്റെയും കല്ലുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് തന്നെ മാറ്റിക്കളയാനായിട്ട് നമുക്ക് സാധിക്കും. 2, അസാധ്യമെന്ന് തോന്നുന്നിടത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. ലാസർ 4 ദിവസം മുമ്പേ മരിച്ചിരുന്നു. മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ എല്ലാം അവസാനിച്ചു, എന്നാൽ യേശുവിന്റെ കാഴ്ചപ്പാടിൽ അത് ഒരു അവസാനമായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങൾ അവസാനിച്ചു എന്ന് നമുക്ക് തോന്നാം. ഒരു ജോലി നഷ്ടപ്പെട്ടിരിക്കാം, ഒരു ബന്ധം തകർന്നിരിക്കാം, ഒരു പങ്കാളിയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിരിക്കാം, പല വേദനകൾ നമുക്കുണ്ടായിരിക്കാം, ഒരു രോഗം നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടാകാം, പ്രത്യാശ കംപ്ലീറ്റ് പോയിരിക്കാം. എന്നാൽ കർത്താവിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കൂ. അവന് അസാധ്യമായത് ഒന്നുമില്ല. 3, സംശയത്തിന് പകരം വിശ്വാസം തെരഞ്ഞെടുക്കുക. മാർത്തയുടെ മനസ്സിൽ സംശയമുണ്ടായിരുന്നു. അവൾ യാഥാർത്ഥ്യങ്ങളെ നോക്കി, യേശു ദൈവത്തിന്റെ ശക്തിയാണ് നോക്കിയത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതേ തിരഞ്ഞെടുപ്പാണ്. സാഹചര്യങ്ങൾ മാത്രം നോക്കിയാൽ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലാണ് നാം വിശ്വസിക്കേണ്ടത്. വിശ്വാസം എന്നത് എല്ലാ ഉത്തരങ്ങളും ലഭിച്ചതിന് ശേഷമുള്ള തീരുമാനമല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയത്തിന്റെ ഒരു തീരുമാനമാണത്. 4, ദൈവത്തിന്റെ സമയം എപ്പോഴും ഏറ്റവും നല്ലതാണ്. മാർത്തയും മറിയയും യേശു നേരത്തെ എത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അവരത്രയ്ക്ക് ബന്ധമായിരുന്നു. എന്നാൽ യേശുവിന്റെ സമയം വ്യത്യസ്തമായിരുന്നു. അവൻ വൈകിയില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുന്നതായി തോന്നിയാലും ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അവൻ ഏറ്റവും നല്ല സമയത്തിനായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചുപോയി എന്ന് കരുതുന്ന നമ്മുടെ സ്വപ്നങ്ങളെ ഓർത്ത് ഇനി നമ്മൾ വിഷമിക്കേണ്ട. പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണും. ഇന്ന് നമുക്ക് സ്വയം പരിശോധിക്കാം. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെയാണോ നോക്കുന്നത്, അത് ദൈവത്തിന്റെ ശക്തിയെയാണോ? അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സമയത്തിൽ എനിക്ക് വിശ്വാസമുണ്ടോ? ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസത്തിലും പ്രത്യാശയുടെ വെളിച്ചമാകട്ടെ. കർത്താവ് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും അവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കൃപയും എല്ലാവർക്കും നൽകട്ടെ. ആമേൻ.